കണ്ടില്ലേ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെച്ച അവിടുത്തെ ഖാദിമാണല്ലോ. ചെറിയ കുട്ടിയാകുമ്പോൾ അവിടുത്തെ ഉമ്മ വന്നിട്ട് പറഞ്ഞു, നബിയെ, മദീനയിലെ ആളുകൾ മുഴുവനും അങ്ങേക്ക് ഗിഫ്റ്റുകൾ തരുന്നുണ്ട്, ഹദിയകൾ തരുന്നുണ്ട്, എൻ്റെ കയ്യിൽ തരാനൊന്നുമില്ല, ഇല്ലാ ഇബ്നി ഹദാ, ഈ കുഞ്ഞുമോനല്ലാതെ എനിക്ക് തരാനൊന്നുമില്ല നബിയെ, ഈ മോനെ അങ്ങേക്കു ഖാദിമായി തന്നിരിക്കുന്നു. അങ്ങനെ മുത്തുനബി തങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടി ഏൽപ്പിച്ച അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് 10 വർഷക്കാലം ഹബീബിൻ്റെ ഖാദിമാണ്. ഭാര്യമാർക്കറിയാത്ത രഹസ്യം പോലും ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്ത ആളാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് മുത്തുനബി തങ്ങളെ കൂടെ ജീവിക്കുന്ന അനുഭവം എങ്ങനെ പറയുന്നത് കാണാം. എന്നോട് ഹബീബ് നിങ്ങളത് ചെയ്തത് ശരിയായില്ല എന്നുപോലും, അത് ചെയ്തത് മോശമായി പോയി എന്നുപോലും ഒരു തവണ പോലും പറഞ്ഞില്ല. എന്തൊരു സ്വഭാവമാണ്, എന്തൊരു പെരുമാറ്റമാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കുന്നൊരു രംഗമുണ്ട്. സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യശ്ഫഅ ലി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എനിക്കൊന്ന് ശഫാഅത്ത് ചെയ്യണമെന്ന് ഞാൻ മുത്തുനബി തങ്ങളോട് പറഞ്ഞു നോക്കി. അവിടെന്ന് പറഞ്ഞ ഫാഇലുൻ ഇൻഷാ അല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ വരുമ്പോൾ ശുപാർശ ചെയ്യും. ഉടനെ ഞാൻ ചോദിക്കുകയാണ്, ഫഅയ്ന അത്ലുബുക യൗമൽ ഖിയാമ, കോടാനുകോടി വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന, ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന അന്ത്യനാളിലെ മഹ്ശറിൽ വരുമ്പോ അങ്ങയുടെ കുഞ്ഞു പാവപ്പെട്ട അനസ് എവിടെ? അങ്ങ എങ്ങനെ തരയണം നബിയെ? എവിടെയാണ് അങ്ങ അന്വേഷിക്കേണ്ടത്? ഈ കോടാനുകോടി ജനങ്ങളുടെ മുമ്പിൽ, കോടാനുകോടി വിശ്വാസികൾക്ക് നടുവിൽ അങ്ങേ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എവിടെ തരയണം നബിയേ? അനസ് തങ്ങൾ ചോദിക്കുകയാണ്. അങ്ങേ കിട്ടില്ല എനിക്കെന്ന പ്രതീക്ഷയോടൊരു ചോദ്യമാണ്. അവിടുന്ന് മറുപടി പറഞ്ഞു നോക്ക്, അവ്വലമാ തതുൽബനി അലസ്സിറാത്ത്. ഓ അനസ് തങ്ങളെ, ആഖിറത്തിൽ വരുമ്പോൾ നിങ്ങൾ എന്നെ തരയേണ്ടത് എവിടെയാണ്? അലസ്സിറാത്ത്, സിറാത്തിൻ്റെ അടുത്താണ്.